നമസ്കാരം. വെറും ഒരു കാണാതാകൽ കേസായി മാറുമായിരുന്നു ലാത്വിയൻ യുവതിയുടെ കൊലപാതകം. പോത്തൻകോട്ടെ ആശ്രമത്തിൽ നിന്നും ഇറങ്ങിയ വിദേശ വനിത കോവളത്തെത്തിയതിന് മാത്രമായിരുന്നു തെളിവ്. തുമ്പൊന്നുമില്ലാതെ കേസിൽ CCTV സഹായത്തോടെ പോലീസ് നടന്നു നീങ്ങി. അങ്ങനെ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. ആരുമെത്താത്ത തുരുത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തി. പിന്നീട് കൊലയാളിയെയും. ദൃക്സാക്ഷിയില്ലാത്ത കേസിൽ തുമ്പുണ്ടാക്കിയത് അന്വേഷകനായ JK ദിനിലാണ്. കേരള പോലീസിലെ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കെ ദിനിൽ നടത്തിയ അന്വേഷണമാണ് കോവളം കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം നൽകിയത്. ആ കേസിൽ പ്രതികൾ നിഷ്പ്രയാസം ഊരിപ്പോകുമെന്ന് കരുതിയവരെ ഞെട്ടിച്ച വിധി. അതിനപ്പുറത്തായിരുന്നു കേഡൽ ജിൻസൺ രാജ കേസ്. അന്ധവിശ്വാസത്തിന്റെ മാനസിക രോഗിയുടെ മേലങ്കിയിൽ ഒളിച്ച് രക്ഷപ്പെടാനുള്ള കേഡൽ ജിൻസൺ രാജയുടെ അതിബുദ്ധിയെ ദിനിൽ പൊളിച്ചു. അതാണ് കേഡൽ കേസിൽ നിർണായകമായത്. തിരുവനന്തപുരം പിരപ്പൻകോട് സ്വദേശിയായ JK ദിനിൽ 2003 സബ് ഇൻസ്പെക്ടറായിട്ടാണ് സർവീസിൽ പ്രവേശിക്കുന്നത്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് ദിനിൽ. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി നോക്കവേ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ചുമതല ദിനിലിനായിരുന്നു. ഫോർട്ട് സ്റ്റേഷനിലെ ചുമതല ഒഴിയും മുമ്പ് ആറ്റുകാൽ അമ്മയ്ക്ക് അർച്ചനയായി ഭക്തിഗാനവും രചിച്ചു. സുജാതയാണ് ഈ ഗാനം ആലപിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം കമ്മീഷണർക്ക് കീഴിലായി ഉത്തരവാദിത്തം. ഇതിനിടെ AKG സെന്റർ ആക്രമണ കേസ് അന്വേഷണത്തിനുള്ള പ്രത്യേക സംഘത്തെയും നയിച്ചു. നിലവിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് ദിനിൽ. തിരുവനന്തപുരം നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തിയ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് മ്യൂസിയം CI ആയിരുന്ന ദിനിലായിരുന്നു. ഈ കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്നത്. നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി കേഡൽ ജിൻസൺ രാജ 30 വർഷമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും. 12 വർഷം തുടർച്ചയായിട്ട് കേഡൽ ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷം മാത്രമേ ജീവപര്യന്ത ശിക്ഷ ആരംഭിക്കുകയുള്ളൂ. തെളിവ് നശിപ്പിച്ചതിനും വീട് തീ വെച്ചതിനുമാണ് ആദ്യത്തെ 12 വർഷത്തെ ശിക്ഷ. വധശിക്ഷയെക്കാളും 30 വർഷത്തിലധികമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന വിധിയാണിത്. അതുകൊണ്ട് തന്നെ ദിനിലിന് ഏറെ അഭിമാനം നൽകുന്ന വിധിയായി ഇത് മാറുന്നു. 5 തവണ പ്രതിക്ക് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് നൽകി. വിചാരണയ്ക്കിടെ മാനസിക വിഭ്രാന്തി കാണിച്ചിരുന്നു. കൃത്യം നടന്ന സമയത്ത് പ്രതിക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല. എന്നാൽ വിചാരണയ്ക്കിടെ മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ നിലവിൽ അത്തരം പ്രശ്നമൊന്നുമില്ല. കേസിൽ വധശിക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP റാങ്കിലുള്ള JK ദിനിൽ പറഞ്ഞു. പ്രതിയുടെ പ്രായമടക്കം കോടതി പരിഗണിച്ചു. തുടർ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളിളക്കം സൃഷ്ടിച്ച ആൽത്തറ വിനീഷ് കൊലക്കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതും മ്യൂസിയം CI ആയിരിക്കെ ദിനിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ശോഭ ജോൺ പ്രതിയായ കേസായിരുന്നു ഇത്. ആദ്യ വനിതാ ഗുണ്ടയ്ക്ക് കയ്യാമം വെച്ചതും ദിനിലാണ്. കോഴിക്കോട് NIT വിദ്യാർത്ഥിനിയായിരുന്ന ഇന്ദുവിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ആയിരിക്കെ ദിനിലുണ്ടായിരുന്നു. 2016 പേട്ട വിഷ്ണു കൊലക്കേസ് പുനരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. നിയമം കാരക്കമണ്ഡപത്തുള്ള റഫീഖിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പുനരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. തുടർന്ന് നിയമം കാരക്കമണ്ഡപം കേസിൽ മുഴുവൻ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വാങ്ങി നൽകാനും അദ്ദേഹത്തിന് സാധിച്ചു. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായിരിക്കെ മാധ്യമപ്രവർത്തകയുടെ ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ലൈംഗിക അധിക്ഷേപമുണ്ടാക്കിയ കേസിന്റെ അന്വേഷണ മികവിന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണറും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ലഭിച്ചു. ഫോർട്ട് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരിക്കെയാണ് 2018 ലാത്വിയൻ യുവതിയുടെ കൊലപാതക കേസ് അന്വേഷിച്ചത്. ആദ്യം വുമൺ മിസ്സിംഗായി അന്വേഷിച്ച കേസ് പിന്നീട് ബലാത്സംഗ കൊലപാതക കേസായി മാറുകയായിരുന്നു. ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും പിൻബലത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസ് തെളിയിക്കുക ഏറെ ദുഷ്കരമായിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിന് സത്സേവന രേഖ ലഭിച്ചിരുന്നു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് DGPയുടെ അനുമോദന പത്രവും കിട്ടിയിരുന്നു.